குழலோதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. குழலோதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. என் குரலோட மச்சா உங்க குழலோச போட்டி போடுதா? இலையோடு பூவும் தலையாட்டும் பாரு, இலையோடு பூவும் காயும் தலையாட்டும் பாரு பாரு. குழலோதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. மலைக்காத்து வீசுற போது மல்லிகைப்பூ பாடாதா? மழை மேகம் கூடுற போது வண்ணமயில் ஆடாதா? மலைக்காத்து வீசுற போது மல்லிகைப்பூ பாடாதா? மழை மேகம் கூடுற போது வண்ணமயில் ஆடாதா? எம்மேனி தேனரும்பு, எம்பாட்டு பூங்கரும்பு, மச்சானா மெட்டெடுப்பே, உன்னதான் கட்டி வைப்பேன். சுகமாக தாளம் கட்டி பாடட்டுமா? உனக்காச்சு எனக்காச்சு சரி ஜோடி நாமாச்சு கேளையா. குழலோதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. என் குரலோட மச்சா உங்க குழலோச போட்டி போடுதா? கண்ணாகோ வாலிபஞ்சை எம்பாட்டு உசப்பறதா? கற்கண்ட சக்கரை எல்லாம் இப்பதான் கசக்கறதா? கண்ணாகோ வாலிப நெஞ்சை எம்பாட்டு உசப்பறதா? கற்கண்ட சக்கரை எல்லாம் இப்பதான் கசக்கறதா? வந்தாச்சு சித்திரதா, போயாச்சு நித்திரதா. பூவான பொண்ணுக்குத்தான் ராவான வேதனைதா. மெதுவாக தூது சொல்லி பாடட்டுமா? விளக்கேத்தும் பொழுதான இளநெஞ்சம் படும் பாடு கேளையா. குழலோதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. என் குரலோட மச்சா உங்க குழலோச போட்டி போடுதா? இலையோடு பூவும் தலையாட்டும் பாரு, இலையோடு பூவும் காயும் தலையாட்டும் பாரு பாரு. குழலோதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. ശിവനന്ദ ചേച്ചി തമിഴ് പൊണ്ണായിട്ടുണ്ട്. സൂപ്പർ, എനിക്ക് അടിപൊളിയായിട്ടുണ്ട്. ചോദിക്കാം നമുക്ക്. ചോദിക്കാം MG സർ. ശിവനന്ദ, സാർ. നല്ല ക്ലാരിറ്റി ഉള്ള വോയിസ്, താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ വോയിസ്, നല്ല പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്. അതിനകത്ത് ഏറ്റവും ഒരു മനോഹാരിത കൂട്ടുന്നത് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രാജാ സാറിൻ്റെ വയലിൻസിൻ്റെ ഒരു സംഭവം തരരിരരാ തരതരത
ആ അനുപല്ലവിയിലും ചരണത്തിലും ഒക്കെ ഓ എന്താ സംഭവം. ഇനി ഞാൻ പറയത്തില്ല രാജാ സാറിനെ കുറിച്ച്, കാരണം വേറെ ഒന്നുമില്ല, അറിയാതെ അങ്ങ് പറഞ്ഞു പോവാ നമ്മള്. കാരണം എന്താ പറയുന്നത്, ഈ പാട്ട് കേൾക്കുമ്പോൾ കൂടുതലും നമ്മൾ ആ ഓർക്കസ്ട്രേഷനിലോട്ടും നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ട്. ഒരു 60% അങ്ങോട്ടാ പോകും. ഇല്ലണ്ണ, അതില്ലെങ്കിൽ നമുക്ക് അടുത്ത വരി പാടാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ആ വിധത്തിൽ കണക്ട് ചെയ്തേക്കാം, ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ മോളെ ഇത് ഇവിടെയും കുറച്ച് ശ്രുതിയാണ്. കാരണം ഈ ഇത്രയും ക്ലാരിറ്റി ഉള്ള വോയിസ് വരുമ്പോൾ ശകലം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എടുത്ത് കാണിക്കും. ഒരു അഡ്വാൻറ്റേജും ഉണ്ട്, അതിനൊരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം ശ്രുതി എന്തരോ ജടി മോളൊന്ന് പാടിക്കും. കുഴലൂതും കണ്ണനുക്ക് നോക്കിയേ 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 കുയിൽപ്പാടും നോക്കിയേ നോക്കിയേ ആ, കുറച്ചുകൂടെ കേട്ടെ. ആ. ആ ഇനി കുഴൽ കുഴൽ കുഴലൂതും കണ്ണനുക്ക് കുയിൽ പാടും പാട്ട്, കുയിൽവാദ. കുയിൽ പാടും പാട്ട് കേக்குதா குக்கு குக்கு குக்கு. ആ என் குரலோட மச்சா உங்க குழலோச போட்டி போடுதா. അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടെ ഒരു സുഖം കാണും. പിന്നെ കുറച്ച് നമ്മുടെ വോയിസ് ഒറ്റയോടെ ഓപ്പൺ അപ്പ് ആകാതെ കുറച്ച് ഫീലൊക്കെ കൊടുക്കാം. പിന്നെ ഏറ്റവും എനിക്കൊരു ഇത് തോന്നിയത് തരാരി തരാരി ആ ഒരു പോർഷൻ അവിടെ ഒരു 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 എന്താണ് ഒരു ഒരു സുഖം വരത്തക്ക രീതിയിലുള്ള ഒരു ജർക്ക് ചെയ്ത് പാടണമെന്ന്. எம்மேனி ആ தேனரும்பு, எம்மாட்டு பூங்கரும்பு, ആ மச்சானா மெட்டெடுப்பே, உன்னத்தான் கட்டி வைப்பே, சுகமான தாளம் தட்டி பாடட், சுகமாக தாளம் தட்டி பாடட்ட, சுகமாக தாளம் சுகமாக தாளம் தட்டி பாடட் பாடட்டமா. உனக்காச்சு எனக்காச்சு சரி ஜோடி. മോളെ അത് സ്ലോ അത്ര താളം വിട്ടിട്ട് വെറുതെ ആഡ്ലി പോലെ പാടിക്കേ. അങ്ങനെ പാടിക്കേ. உனக்காச்சு எனக்காச்சு சரி ஜோடி நாமாச்சு கீழைய குழலு. ഇളയ ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെ. അപ്പം അതങ്ങനെ സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അടിപൊളി പാട്ടുകാരാണ്, നിങ്ങൾക്കത് പറ്റും. എനിക്കൊന്ന് ഉഴപ്പാണെന്ന് തോന്നുന്നല്ലേ? ഇല്ല സാർ. ഇല്ല. അപ്പൊ എന്തായാലും അടുത്ത തവണ ഉഴപ്പാണെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് വേറെ വേറെ ചില പണികളുണ്ട് ഇവിടെ, സൂത്രപ്പണികളുണ്ട്, നമുക്ക് ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി சிவனந்தா, மேம் நல்ல ஒரு தமிழ் பொண்ணு மாதிரி இருக்கு. தேங்க் யூ மேம். நல்ல சமத்தா இருக்கு. நானும் அதுதான் சொல்லிட்டேன். அப்படிதான், ரொம்ப அழகா இருக்கீங்க. താങ്ക് യു മാം. அந்த பொட்டு എന്ത് കളറാ? ചന്ദനാണോ അത്? അല്ല ബ്ലാക്ക് പൊട്ട് white ആണല്ലോ എനിക്ക് തൊട്ടിട്ട്, അല്ല കാണുന്നത്. ബ്ലാക്ക് പൊട്ട് തൊട്ടിട്ട് മേളില് ചന്ദനം. ഭസ്മമാണ്. ആ, ഭസ്മോ? ഭസ്മം. മോളെ സുന്ദരിയായിട്ട് നന്നായി പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ നല്ല ഗെയിൻ ഉണ്ടായിരുന്നു, താങ്ക് യു വോയിസിൽ മാം. ഒരു പവർ ഉണ്ടായിരുന്നു. അതാണ് വേണ്ടത്. നമ്മുടെ വോയിസിന്റെ ആ പവർ കൊണ്ടുവരണം. ഓ എന്റെ പാരസിറ്റമോളെ, പിന്നെ മരുന്നൊക്കെ മാറ്റി വെച്ചല്ലോ. ഓ ഇല്ല ഇപ്പൊ സന്തോഷം. കാരണം ആ വോയിസിന്റെ ഒരു ക്ലാരിറ്റി വന്നു, നല്ല ഭംഗിയായിട്ട് പാടി. വോയിസിന് ആ നമ്മളെ പ്രസൻസ് വരുമ്പോഴാണ് ആ പാട്ടിൽ ഒരു 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 എനർജി കൂടുന്നത്. അപ്പൊ അതുപോലെ നിങ്ങളുടെ വോയിസ് ബിൽഡ് ചെയ്യുക. ബ്യൂട്ടിഫുൾ, എനിക്ക് ഇഷ്ടപ്പെട്ടു മോൾ. അവിടെ മാത്രം എനിക്ക് തോന്നി. ഇപ്പൊ സാറ് പാടിച്ച ആ പോർഷൻ ഇല്ലേ, അത് അനുപല്ലവിയില്, ചരണത്തിലൊക്കെ ഓക്കെ ആയി. അനുപല്ലവിയിലാണ് എനിക്ക് ആ ഒരു സ്ട്രെയിൻ, ആ നോട്ട് എത്താത്ത വിധത്തില് ഒരു പ്രശ്നം തോന്നിയത്. അല്ലാതെ വോയിസ് കിഡിലായിട്ടുണ്ട്. താങ്ക് യു മാം. സൂപ്പർ, നല്ല ക്യൂട്ടായിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു താങ്ക് യു മാം. ചേച്ചി. ശരത് സാർ ശിവനന്ദ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു, എന്താണ് സംഭവം? ഇല്ല. പറയൂ. ഇത് മെല്ലെ തിരന്തത് കഥവ് എന്നുള്ള മൂവിയിലെ ചിത്രാമ്മ പാടിയിട്ടുള്ള സോങ് ആണ്. ലിറിക്സ് വാലി സാറ്, മ്യൂസിക് ഇളയരാജ സാർ. ആ വണ്ടർഫുൾ. ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് അറിയാമോ? സംഗീതത്തിന്റെ കാര്യത്തിൽ ഇല്ലേ സാർ? മെല്ലെ തിറന്തത് കഥക് എന്നുള്ള ഈ ഫിലിമിൽ വേറൊരു പാട്ട് പറയാവോ? ഞാൻ ആ മൂവി കണ്ടിട്ടില്ല സാർ. ഞാൻ ജനിച്ചിട്ടേ ഉള്ളൂ. ജസ്റ്റ് ബോൺ. ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചേക്കുന്നത് MSV സാറും ഇളയരാജ സാറും കൂടാണ്. ഓ അത് പഠിക്കണ്ടേ? വാവിണ്ണില ഉന്നൈത്താനേ വാനം തേരേ. അപ്പൊ അത് അറിഞ്ഞുകൂടാക്കി പിന്നെ ഒരു സനം
തൂങ്ങിരിച്ച് ഇതൊക്കെ ഇതിലുള്ളതാണ്. പഠിക്കണ്ടേ? ഇതൊന്നും അല്ലാതെ ഒരു അസാധ്യ പാട്ട് ജാനകിയമ്മയും ബാലുണ്ണനും കൂടെ പാട്ടുണ്ട്. അത് കേക്ക്, ഞാൻ പറയത്തില്ല അതാണ്. അത് കേക്ക്, അതാണ് ഈ സീക്വൻസ്, അസാധ്യ പാട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മെലഡി പാർട്ട് ചെയ്തേക്കുന്നത് വിശ്വനാഥ് സാറാണെന്നാണ് നമുക്കൊക്കെ അറിയാവുന്നത്. രാജാ സാർ അറേഞ്ച് ചെയ്തു എന്നാണ്. അത് രാജാ സാറ് പറഞ്ഞ് വാൻമീതിലേ തേന്മാരി പെയ്യുതേ എന്നൊരു പഴയ പാട്ടുണ്ട്. ഇന്തമാതിരി ഒരു പാട്ട് വേണമെന്നാ അന്ന് MSV സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്താണ് വാവെണ്ണില ആ പാട്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങൾ, സംഗീതം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരല്ലേ. നന്നായിട്ട് പാടി താങ്ക് യു സർ. കേട്ടോ. സുപ്രധാനമായിട്ട് ശ്വാസം ഒന്ന് ശരിയാക്കുക. അവിടെയൊക്കെ കൊണ്ട് മുറിച്ച ആ പല്ലവിയുടെ സെക്കൻഡ് അത് ഒന്ന് ചേർത്ത് പാടാൻ പറ്റുമോ? ഒന്ന് ഇലയോടെ പൂവും തലയാട്ടും പാര്, ഇലയോടെ പൂവും കായും തലയാട്ടും പാര് പാര്, കുഴലൂതും കണ്ണനുക്ക് കുയിൽ പാടും പാട്ട് കേക്കതാ കുക്കു കുക്കു കുക്കു. ആ ഇപ്പം ന്യായമായിട്ടുണ്ട്. മറ്റേത് ഉള്ള സ്ഥലത്തല്ല കുഴലൂതും കണ്ണൻ കുയിൽ പാടും അതെന്തോന്ന് ഓട്ടപ്പന്തയം നടത്തിയിട്ട് വന്ന് പാടുന്നു. അതൊന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തോളാം. എവിടെ നമുക്ക് ശ്വാസം എടുക്കാം, മാക്സിമം എത്ര ചേർത്ത് പാടാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് പ്ലാൻ ചെയ്തേക്കാം കേട്ടോ. ഞാനിവിടെ വരുമ്പോ പ്ലാൻ ചെയ്തിട്ടായിരുന്നു വന്നേ. പ്ലാൻ പൊളിഞ്ഞു പോയി. അഥവാ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചോണ്ട് അതിന് കിട്ടിയതുമില്ല. അത് നമുക്ക് ഒരു ശ്വാസം മുട്ട് തോന്നി കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാ. നന്നായിട്ട് തന്നെ പാടി, അത്രേ ഉള്ളൂ. ഇതൊക്കെയല്ലേ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട്. നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ കൂടെ കുറച്ചും കൂടെ ഒക്കെ ഒരു ചെറിയ തോതിൽ റിസർച്ച് നടത്തിയിട്ട് വരിക. കാരണം അതിനെ പാട്ട്, ഈ ഒരു പാട്ട് ഇതൊരു മ്യൂസിക്കൽ പടമാണ്, സംഗീതമായിട്ട് ബന്ധമുള്ള പടമാണ്. അപ്പോൾ ഇത് കാണണം, നല്ല പടമാണ്. കാരണം നമുക്ക് കണ്ണ് അടച്ചിരുന്ന് കാണേണ്ട സീൻസ് ഒന്നും ഇല്ല ഇതിൽ. നമുക്ക് ഇപ്പോൾ പോയാലല്ലേ അങ്ങനെയൊക്കെ പ്രശ്നമുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. എല്ലാം കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ഫിലിമാണ്. അച്ഛനമ്മയൊക്കെ വിളിച്ചെടുത്ത് കാണും. മ്യൂസിക്കലി വെരി റിച്ച്, അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ സർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. ഈ പെർഫോമൻസിന് 8.9. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സാർ. ഇപ്പോൾ രാജാ സാറിന് വേണ്ടി. യെസ്. ഓക്കെ, താങ്ക് യു സർ. MG സർ. സോ മോളിന്ന് പാടിയത് വെച്ചിട്ട് ടോട്ടലി എനിക്ക് തോന്നിയത് ഐ എം ഗിവിംഗ് യു 8.6. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17.5. ഓക്കെ. ഇലയോടെ